സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം 12 മണിയായപ്പോ ഒരുത്തിന് ഷെയ്ക്ക് കുടിക്കണമെന്ന്. ഇപ്പൊ റോഡിൽ വന്നിരിക്കുകയാണ്. മോനെ, നിനക്ക് എന്താണ് ഇപ്പൊ ആവശ്യം? നീ വരവില്ല എന്റെ കൂടെ. എവിടെയാണ്? ഷേക്ക് കുടിക്കാൻ വേണ്ടി. ഓ, പിന്നെ നിന്നെ ആരാ വിളിച്ചു വരുത്തേ? ഞാൻ മര്യാദക്ക് ഉറങ്ങാൻ ചെന്നിരുന്ന ഞാനാണ്. വിളിച്ചിട്ട് രാത്രി ഷാർജ കുടിച്ചേ പറ്റുള്ളൂ. നിങ്ങളെല്ലാരും സമയം നോക്കണം, എത്ര മണിയെന്ന്. 12 ഹലോ ചേട്ടാ, ഒരു ഓട്ടം പോകാം. ഈ മോന് ഷെയ്ക്ക് കുടിക്കണമെന്ന് രാത്രി 12 മണിക്ക്. നീ എവിടെ പോന്ന്? എവിടെ ഓട്ടം? കാക്കിയൊന്നുമില്ല. എവിടെ ഓട്ടത്തിന് വന്ന്? ആശുപത്രിയാണ് അവര് പെട്ടെന്ന് വിളിച്ചങ്ങ് പോയത്. ആശുപത്രി അതാ വേറെ വരാൻ പറ്റുമല്ലേ? മീറ്റർ ഇട്ടാണ് പോണ. 146 രൂപയ്ക്ക് ഓടി. അപ്പൊ ഇത് ഷെയ്ക്ക് കുടിക്കേണ്ട പൈസ ആയല്ലോ. അതൊക്കെ ഷെയ്ക്ക് കുടിക്കാൻ പോയാലോ? എവിടെ? എന്ത് പറയുന്നു? ഷെയ്ക്ക് കുടിക്കാൻ പോണ ഇല്ലേ? ഓ, 12. പ്രേമ വിളിച്ചു നോക്കാം. വിളിച്ചാ വരൂ. അങ്ങനെ വിളിച്ചാലേ എടുത്തോണ്ട് പോവാം. അമ്പലം ഇല്ല. അമ്പലം കാണാൻ സാധ്യത കുറവാണ്. ഗേറ്റൊക്കെ തുറന്നിട്ടില്ലേ കിടന്ന് ഉറങ്ങണേ? എന്നൊക്കെ ഉത്തരവാദിത്വം പറഞ്ഞ സാധനം ഇല്ല. സുഹൃത്തെ, ലൈറ്റ് ഇട്ട് ഫ്ലാഷ് ഓണാക്കിയാ പോകുന്നേ. അപ്പൊ അവന് മനസ്സിലാവാതിരിക്കോ? തുറന്നു നോക്കി നോക്കൂ സുഹൃത്തെ. എന്താണ് സുഹൃത്തെ? ഉറക്കൊന്നുമില്ലേ? നാളെ അമ്പലം ഇല്ലേ? വൈ എന്ത് ഉറക്കൊന്നുമില്ലേ നിങ്ങൾക്ക്? ഈ പയ്യന് ഷെയ്ക്ക് കുടിക്കണമെന്ന് 12 മണിക്ക്. എവിടെ പോയി ഷേക്ക് ബുഹാരി പോവാ. ഓ, മണി 12. ഫോൺ വിളിക്കാൻ സമയമുണ്ടല്ലേ? പിന്നെ ഇതേപോലത്തെ കൊച്ചു കൊച്ചു ആയിരങ്ങൾ തീർത്തു കൊടുത്ത പയ്യന്റെ. എത്ര നാൾ കാലം ഇവിടെ കാണുന്ന അറിഞ്ഞൂടല്ലോ. ഞങ്ങളോട് കാണൂല ഗൈസ്. നമ്മൾ പാക്ക് ചെയ്യാണ് ഗൈസ്. ഖത്തറിലോട്ട് അവനെ പാക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ് നമുക്ക്. അപ്പൊ അവന്റെ ആഗ്രഹമില്ല, നമ്മൾ സാധിച്ചു കൊടുക്കും. ചുമ്മാണ് ഗൈസ്. അവനെ നമ്മൾ വെറുതെ വിട്ടാണ്. ഇവനെ ഖത്തറിലൊന്നും വിടുന്നില്ല. ഇവൻ പയ്യ ഈ ബാമ്പു പിന്നെ ചിരി ഇല്ലെന്നാണ് പറയുന്നത്. തമാശക്കാരനാണ്. ഇതുപോലൊരു തക്കാളി നമുക്കില്ല. തക്കാളിയാണ്. തക്കാളി ഉണ്ണിക്കുട്ടൻ. നേരെ അങ്ങോട്ട് പോകാം. എന്താ നീ ഡ്രസ്സൊക്കെ പോയിട്ട് പാക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാലോ നീ ഒരു ആക്ടിങ് ആണെന്ന്. രാത്രി എവിടെയോ പോവാനുള്ള സെറ്റപ്പിലായിരുന്നു. എന്ത് അവിഹിതോ? നീ എവിടെ പോകാനുള്ള പരിപാടി? ഇവൻ പോറ്റിയാണ്, അറിയാലോ. ഇനി നാളെ പൂജ ഇല്ലാത്തോണ്ട് ഇനി മധുരച്ചട്ടം വല്ലതും ഉണ്ടോ? നമ്മളെ കമ്പനി വീട്ടിൽ തന്നെ കിട്ടും നമുക്ക് പോകാനായിട്ട്. സുഹൃത്തെ, നമുക്ക് പോകാം. എന്ത് പറയുന്നു? പോകാം. ഓട്ടമൊന്നും ഇല്ല. നല്ലൊരു ഷേക്കിന് ഷെയ്ക്ക് കൊറേ പൈസകളൊക്കെ പൊട്ടുന്നുണ്ട്. ഷെയ്ക്കും മന്തിയൊക്കെ ആയിട്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വേൾഡ് ബാങ്കിനുള്ള ലോൺ അടിക്കേണ്ടി വരും. ലോൺ അടയ്ക്കാൻ വയ്യ. ഇവിടെ അടുത്ത് കഴിക്കാൻ വേണ്ടി നമ്മൾ ലോൺ അടിക്കേണ്ടി വരും. വയറ്റില് സ്ഥലമില്ല ഗ്യാസ്. ഇന്ന് വയ്യ. ആൾക്കാർ പറഞ്ഞ നീയൊക്കെ എവിടെ പോകണം കഴിക്കണേക്ക? കണ്ടല്ല, ശരീരത്തിലൊന്നും പഠിക്കില്ല. കൊല്ലത്ത് കളക്ഷൻ ഉണ്ട്. ചില സമയത്ത് ചിലരെ മാത്രം കാണാം. അത് നമ്മളടുത്തൊക്കെ പറഞ്ഞത് അവ ഇന്റർവ്യൂവിന് പോകുന്നു പറഞ്ഞു. ജോലിയുടെ ഒരു ആവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ പോണെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് പോയി ഇപ്പൊ കൊല്ലത്തെത്തി. ജോലി കിട്ടിയെന്ന് ചോദിച്ചാൽ ജോലി ഇല്ല. നിങ്ങൾ അറിവില്ല, ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഈ പയ്യന് കൊടുക്കണം. സ്ത്രീകളുള്ള ജോലിയാണെങ്കിൽ കൊടുക്കരുത്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നമ്മളെ ഉണ്ണിക്കുട്ട എന്ത് പറയുന്നത്? പോയാലോ? ഡ്രൈവറിന് എന്താണ് അഭിപ്രായം ഈ 12 മണിക്കുള്ള അവന്റെ നട്ടപ്രാന്തത്തിന്? നമ്മള് വല്ലവരും ജീവിക്കാൻ പോയിട്ട് വന്നപ്പോ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇവനറിയില്ല, ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ ബട്ടർ. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ കോഴി. ഇവന് വെറും കോഴിയല്ല, കാട്ടുകോഴി. ഇവന് സ്ത്രീകളായിട്ടാണ് പ്രശ്നം. തെളിവാണ്. എനിക്ക് ഗ്യാസ് ഒന്നുമില്ല. ഗ്യാസ് കാണിക്കാണ്. ആദ്യം ഞങ്ങളൊക്കെ വണ്ടി പ്രാന്തന്മാരാണ്. മെസ്സേജ് ആണ് മെസ്സേജ് ഇൻബോക്സ് ചോദിക്കുന്നേ. ഇന്നലെ കൊല്ലത്ത് എല്ലാം ക്ലിയർ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ തൂക്കും എന്നുള്ള കാരണത്താൽ എല്ലാവരെയും
ഇല്ല ഞങ്ങൾക്ക് പെണ്ണില്ല, ഞങ്ങൾക്ക് ഉള്ളി ഒറ്റ മൈൻഡ് വണ്ടി. ഓ വണ്ടി നമുക്ക് വണ്ടി എടുക്കുക, അങ്ങനെ നടക്കുക, ട്രാവലിംഗ്. ഇതാണ് ഇപ്പൊ മൈൻഡ്. പെണ്ണുണ്ട്, പെണ്ണില്ലെന്ന് പറയാൻ പറ്റില്ല, പെണ്ണുണ്ട്. പെണ്ണിനെ വിളിച്ചോണ്ട് വണ്ടി. പക്ഷെ അവന് പെണ്ണുണ്ട്. ആരുമില്ലടാ. എന്താണ് സുഹൃത്തെ ഡ്രൈവ് ചെയ്ത് കൊണ്ടാണ് ഗിയർ മാറി കൊടുക്കുന്നത്. ഗിയർ മാറുന്ന സുഹൃത്തായിരിക്കുകയാണ്. അവന് ഗിയർ മാറാൻ അറിഞ്ഞൂടാ, അവന് പഠിക്കണം. ഉണ്ണിവിടെ ഗിയർ മാറുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? മാറണോ? ടൈം ശങ്കരനെ ഇതുവരെ കട ശങ്കരൻ ഫാൻസ് ഉണ്ടെങ്കിൽ നിൽക്കാം. ഇതുവരെ ശങ്കരൻ കട തുറന്നിട്ടില്ല. നമ്മളെ സുഗതൻ ഇവിടെ കാണേണ്ടതാണ്. അവന്റെ RX കൊണ്ട് ഇവിടെ ഫുൾ ടൈം പണിയാണ്. വീട്ടിൽ കാണൂല, 24 മണിക്കൂർ ശങ്കരൻ. സ്വന്തം കൂട്ടുകാരനായിട്ട് ഒന്നും ഷേക്ക് കുടിക്കാൻ പോണെന്ന് പറയുമ്പോ മീറ്റർ ഇട്ടിരിക്കണം ഗൈസ്. അതാണ് പക്ഷെ മീറ്റർ ഓഫ് ചെയ്യും, അത്രേ ഉള്ളൂ. അവിടെ എന്ത് കമ്പനി എന്താണ് അത് ഉണ്ണിക്കുട്ടൻ്റെ കാമുകിയെ ടെക്സ്റ്റ് ചെയ്യാൻ സമയമായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഉണ്ണിയുടെ പാസ്വേഡ് ആരും കണ്ടൊന്നും ചെയ്യില്ല, അതാ നമ്പറൊന്ന് ലീക്കാവലേ. എന്താണ് എല്ലാം കണ്ടത് അടുത്ത വൈ ഓർഡർ ചെയ്ത എന്താ ഏതാ ഓർഡർ ചെയ്തത്? ബദാം ഷേക്ക് കുറിച്ചോളൂ. ഓ അതേ കുടിക്കും. സാർ എന്താ ഓർഡർ ചെയ്തത്? ഹണി നട്ട്സ്. ഉണ്ണിക്കുട്ടന്റെ ചിലവാണ്ട് നമ്മളെല്ലാരും എന്റെ ചിലവാ പോടാ. ഈ 12 ഇവ പറഞ്ഞു നീ എനക്ക് എന്റെ കൂടെ വരാൻ പറ്റൂല. ഓട്ടം കഴിഞ്ഞ് ഉറങ്ങാൻ പോയാ വിളിച്ചോണ്ടിരുന്ന നീയാണ് എന്നെ ഒന്ന് വിളിച്ചത്. കേട്ടില്ല, വ്യക്തമായില്ല. വിളിച്ചോണ്ടിരുന്ന വേറെ സെറ്റപ്പ് ഉണ്ട്. നീ വണ്ടി എടുത്തിട്ട് സഞ്ജയ് ഒരു ഓല എടുത്തു, അപ്പൊ അതിന്റെ ചിലവായിട്ട് അതിന്റെ ചെലവാണ് 150 രൂപ ഓട്ടോ ഓടി. അത് 150 300 രൂപയാണ്. നൈറ്റ് ഡബിൾ ചാർജ് ആണ് ഈ പയ്യൻ വാങ്ങുന്നത്. 300 രൂപ സിംഗിൾ വാങ്ങുള്ളൂ, ഡബിൾ ചാർജ്. സാധനം വരാ ഓർഡർ ചെയ്ത് സാധനം വരാറ മിക്സി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതേ നമുക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കറങ്ങി വരുന്നേ. ഇങ്ങനെ 2 ഗ്രൗണ്ട് ഇങ്ങനെ കറങ്ങി ഇതിനൊന്നുമില്ല, അടിച്ച് കറങ്ങി വരാം. ആരെങ്കിലും സഹായിക്കും. ഇതിന്റെ ആളാ അങ്ങോട്ട് പോയാലോ? നിന്നെ അവിടെ നിർത്തിട്ട് വരാം. ക്യാഷ് ഇല്ലെന്ന് ഇവിടെ. ഇവരുടെ പറ്റിയ ആളാണ്. ഇപ്പൊ ഓട്ടോ ഓടിയുണ്ട്, അവൻ ഹണി നട്ട്സേ പോവുള്ളൂ. നമ്മളൊക്കെ സാധാ 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ 100 രൂപയ്ക്ക് കഴിക്കണം. ഇത് 1000 രൂപയ്ക്ക് ജോലി ചെയ്യും, 10 രൂപയ്ക്ക് കഴിച്ചിട്ട് ബാക്കി കൊണ്ട് വീട്ടിൽ വെക്കും. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കില്ല. കരിക്കുച്ചേക്ക് ഡേറ്റ്സ് പറയുമ്പോൾ അവന് ഹണി നട്ട്സേ പറ്റൂ. പൈസ കൊടുക്കണ ആനയുണ്ട്, കുഴപ്പമില്ല, നമ്മളൊന്നും പറയുന്നില്ല. ഓ എന്ന് തീരോടെ നിന്റെ കരച്ചില്? നിങ്ങളെ ഫാമിലിപരമായിട്ട് കരച്ചിലാണോ അതങ്ങനെയാണോ? ആ ഈ ബില്ലൊന്ന് പേ ചെയ്ത ഐഫോൺ, അത് ഐഫോൺ ആപ്പിളിന് പോലും വേണ്ടാത്തൊരു ഫോൺ 11 11 അതൊക്കെ ഔട്ടായി. ഫോണേ ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. പിന്നെ ഇത് ഡാഡിയുടെ ഫോൺ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഷേക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഷേക്ക്? അവൻ കുടിച്ച് ഗൈസ് എന്താണ്